പടച്ചവനെ ആരാധിക്കേണ്ടതില്ല, ഞങ്ങളെ ദൈവങ്ങളെ ആരാധിച്ചാൽ മതി എന്ന് വാദിച്ചിരുന്ന മുശ്രിക്കുകൾ അവര് പടച്ചവനെ ഞങ്ങളുടെ ദൈവങ്ങൾ വഴിപ്പെടുത്തുമെന്ന നിലയ്ക്ക് ഒരു റെക്കമെൻഡിൽ വിശ്വസിച്ചിരുന്നു. അവര് വിശ്വസിച്ചത് ജാലൂലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമിൻ. അല്ലാഹ് പറഞ്ഞല്ലോ പടച്ചവന്റെ കൂറുകാരെന്നായിരുന്നു വിഗ്രഹങ്ങളെ കുറിച്ച് വിശ്വസിച്ചത്. ആ കൂറുകാരായതുകൊണ്ട് തന്നെ പടച്ചവൻ വഴിപ്പെടേണ്ടി വരുമെന്ന വാദമായിരുന്നു. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. അതേ ആ അവിശ്വാസികൾ തന്നെയാണ് അക്രമികൾ എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞു വമാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഇ. അല്ലാഹു തആല കീഴ്പ്പെടേണ്ടി വരുന്ന, അല്ലാഹ് വഴിപ്പെടേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരനും ആ അവിശ്വാസികളായ അക്രമികൾക്കില്ലേ ഇല്ല. അപ്പൊ അല്ലാഹു വഴിപ്പെടേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരുണ്ടെന്നും പടച്ചവൻ കഴിവ് കൊടുക്കാതെ ഉദ്ദേശിക്കാതെ ഉത്തരവില്ലാതെ റെക്കമെൻഡ് ചെയ്യുമെന്നും മുശ്രിക്കുകൾ വാദിച്ചപ്പോ അതിനെ ഖണ്ഡിക്കാൻ അല്ലാഹ് പറഞ്ഞ വാചകമാണ് മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അതും ഇബ്നു തൈമിയ തന്നെ പറയുന്നത് കേട്ടോളൂ. ഈ നാദാപുരത്ത് വന്ന സലഫി ഇബ്നു തൈമിയന്റെ ഗ്രന്ഥം പോലും വായിച്ച് ഒരു ചുക്കും പഠിച്ചില്ലല്ലോ. ഇബ്നു തൈമിയ തന്നെ പറയുന്നത് കേട്ടോളൂ. അതാ അദ്ദേഹം വിവരിക്കുന്നു. ഇവിടെ രാജ്യത്തുള്ള രാജാക്കന്മാരിൽപ്പെട്ട ഒരാളോട് മറ്റുള്ളവർ ചിലപ്പോൾ കൽപ്പനാ സ്വഭാവത്തിൽ റെക്കമെൻഡ് ചെയ്യാറുണ്ടല്ലോ, അതുപോലുള്ളൊരു റെക്കമെൻഡ് ആയിരുന്നു മുശ്രിക്കുകൾ വിശ്വസിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു വഖദ് യശ്ഫഉ അഹദുഹും ഇൻദൽ മലികി. രാജാവിന്റെ അടുക്കൽ ഒരാൾ ശുപാർശ പറയുന്നു ഫീമാ ലാ യഖ്താറുഹു. രാജാവ് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ ഫയഹ്താജു ഇലാ ഇജാബത്തി ശഫാഅത്തിഹി റഗ്ബത്തൻ വറഹബത്തൻ. ആ രാജാവിന് ഈ കക്ഷിയെ പേടിച്ചതിന്റെ പേരിലോ ഇക്കക്ഷിയിൽ നിന്നൊരു കാര്യം നേടാൻ വേണ്ടിയോ രാജാവ് പറയുന്നതിന് അനുസരിച്ചു കൊടുക്കൽ, ഉത്തരം ചെയ്യൽ ആവശ്യമാകുന്നു. ഫഅൻകറല്ലാഹു ഹാദിഹി ശഫാഅത. ഇന്നലക്കുള്ള ശഫാഅത്തിനെ അല്ലാഹ് നിഷേധിക്കുകയാണ്. ഫഖാല തആല. അങ്ങനെ അല്ലാഹ് പറയുകയാണ് മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ, അല്ലാഹ് ഉദ്ദേശിക്കാതെ, അല്ലാഹ് കഴിവ് കൊടുക്കാതെ ശഫാഅത്ത് ചെയ്യുന്നവനാരടാ? ഇത് ഈ വിഷയത്തിൽ പറഞ്ഞതാണെന്ന് ഇബ്നു തൈമിയ തന്നെ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാദാപുരത്ത് വന്ന് പാട്ടുപാടുന്ന മൗലവി പാട്ട് പഠിച്ചതല്ലാതെ ഒരു ഗ്രന്ഥവും പഠിച്ചില്ലല്ലോ.